ഇന്നലത്തെ കളി എന്ത് പറയാനാണ്. ഞാനൊരു സ്പെയിൻ്റെ ആരാധകനാണ്, എന്നാൽ പോലും ആ ഒരു മനുഷ്യനെ പോർച്ചുഗലിൽ നിന്ന് ഇറങ്ങിയ ഏറ്റവും നല്ല ടീമാണ് പോർച്ചുഗൽ കളിച്ചത്. ഏറ്റവും നല്ലൊരു ടീം സ്ക്വാഡാണ് പോർച്ചുഗൽ കളിക്കാറിയത്. പക്ഷെ ആ ഒരു മനുഷ്യനെ നിങ്ങൾ ആ ടീം ഒരു പരിഗണന ആ മനുഷ്യന് കൊടുക്കണം. സംഭവം അയാൾ ആ പ്രായം കൊണ്ട് പുള്ളിക്കാരനെ ഓടി കളിക്കാൻ പറ്റുള്ള അല്ലെങ്കിൽ എന്ത് സാഹചര്യം ആയിക്കോട്ടെ, പക്ഷെ ഒരുപാട് പാസുകൾ കൊടുക്കുന്ന സാഹചര്യം നമ്മൾ ഈ കഴിഞ്ഞ കളി കണ്ട്. ഇപ്പോൾ ഇന്നലത്തെ കളി തന്നെ അയാളൊരു പാസ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ മാറി നിന്നിട്ട് അടുത്ത പാസ് ചോദിക്കുമ്പോൾ അത് പെർഫെക്റ്റ് പൊസിഷനാണ്. ആൾക്ക് പാസ് കൊടുക്കാൻ പറ്റിയ പെർഫെക്റ്റ് പൊസിഷനാണ്. പുള്ളിക്ക് അത് ഫോർവേഡോ അല്ലെങ്കിൽ ബാക്ക്വേഡോ പാസ് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ ആൾ പാസ് ചോദിക്കുന്ന സമയത്ത് ഇവരെ ടീം, അതായത് ഇവരെ സ്വന്തം ടീം ഇവർക്ക് പാസ് കൊടുക്കാണ്ട് ആൾ അങ്ങോട്ട് മറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് പാസ് കൊടുക്കാനുള്ള പല സാഹചര്യങ്ങളിലും ക്രിസ്ത്യാനോ എന്നുള്ള പേര്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള പേര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഗാലറിയിൽ. ആ പേര് ഗാലറിയിൽ പറയുമ്പോൾ തന്നെ ഉണ്ടാവണ ഒരു ആരവം നമുക്ക് ഉണ്ടാവും. എന്നിട്ട് പോലും പുള്ളിയുടെ പേര് ഒന്നോ രണ്ടോ കൂടിപ്പോയി 4 പ്രാവശ്യം മാത്രമേ ആ കളിയിൽ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു ലെജൻഡറി പേഴ്സൺ അയാൾ ഇനി ഈ ഒരു വേൾഡ് കപ്പ് കളിക്കൂല. ഈ കാണുന്ന കട്ടൗട്ടും ബാനറുകളും ഈ ആരവും കുഞ്ഞു പിള്ളേർ ചെറിയ കുഞ്ഞു പിള്ളേരെ വരെയും ഒരക്ഷരം തെറ്റാണ്ട് അവർ പറയണ ഒരു പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ചോദിച്ചാൽ ചിലപ്പോൾ ആ പിള്ളേർ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു ഓറ അയാളൊരു ലെജൻഡറിയിൽ ഉള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു എല്ലാവരും മനസ്സിൽ ഇടം കണ്ടെത്തിയൊരു വ്യക്തിയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അത്രയെങ്കിലും മനുഷ്യനെ നിങ്ങൾ പരിഗണിക്കാതെ അയാൾ ഒരു സന്തോഷമില്ലാണ്ട് അയാൾ കരഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയേക്കണം. അയാൾക്ക് നേടാനായിട്ട് ഒന്നുമില്ല, പക്ഷേ സ്വന്തം രാജ്യത്തിന് വേണ്ടി അയാൾ കളിക്കാൻ കിട്ടിയ അവസാന അവസരമായിരുന്നു. അതുവരെ നമുക്ക് മിസ്സായിപ്പോയി. ഇത് പറഞ്ഞെങ്കിൽ സ്പെയിൻ ഞങ്ങൾ ടീം ജയിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അയാളുടെ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റത്തെ വിഷമം കാണുമ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല. ഇനി ഇങ്ങനത്തെ ഒരു വേൾഡ് കപ്പും ഉണ്ടാകാൻ പോണില്ല. ഇനി ഇങ്ങനത്തെ ഒരു വേൾഡ് കപ്പ് ഉണ്ടായാൽ തന്നെ ഇത്രയും നല്ലൊരു ലെജൻഡറി പേഴ്സൺമാർ ഇനി നമ്മുടെ ഈ വേൾഡ് കപ്പിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. വരട്ടെ, പക്ഷെ ഇവരെത്ര പേര് ഓറുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇനി ഏത് ജനറേഷൻ കഴിയണം, എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടാണോ ആ ഒരു ഇമ്പാക്റ്റിലോട്ട് എത്തും എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും അടിപൊളി.